സന്ധ്യയ്ക്ക് മുത്തശ്ശിയുടെ ഒപ്പം ഇരിക്കുകയാണ് ആദിത്യയും അമ്മുവും. മുത്തശ്ശിയുടെ കാലിൽ മരുന്ന് പുരട്ടി കൊടുക്കുകയാണ് അമ്മു. മതി മോളെ, ആദ്യം മോള് ചെയ്തോളും. മുത്തശ്ശി അവളെ വിലക്കി. അതെന്താ മുത്തശ്ശി, ഞാൻ ചെയ്ത എന്താ പ്രശ്നം? ഞാനും മുത്തശ്ശിയുടെ കൊച്ചുമോളല്ലേ? അതോ ഞാൻ ചെയ്തു തരുന്നത് മുത്തശ്ശിക്ക് ഇഷ്ടായില്ലേ? അവൾ സംശയത്തോടെ ചോദിച്ചു. അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. മോള് വന്നതല്ലേ ഉള്ളൂ. ഇപ്പോഴേ മോളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കേണ്ടെന്ന് കരുതിയിട്ടാ. തന്നെയല്ല, ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ആളുണ്ട്. അവർ അവളെ നോക്കി പറഞ്ഞു. കേട്ടോ അമ്മു, ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാ അമ്മുവിനെ കൊണ്ട് പണിയെടുപ്പിക്കാത്തതെന്ന്. അപ്പം 2-3 ദിവസം കഴിയുമ്പോൾ നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കുമെന്നാ അതിൻ്റെ അർത്ഥം. ആദിത്യ അത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പോടി കുറുമ്പി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ടൊന്നും പണിയെടുപ്പിക്കില്ല. മുത്തശ്ശി അവളെ അടിക്കാൻ എന്ന പോലെ കൈ ഉയർത്തി പറഞ്ഞതും അവൾ ചിരിച്ചു. അവർ പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ കൂടുതലും സിദ്ധുവിൻ്റെ കുട്ടിക്കാലമായിരുന്നു. അമ്മു അതൊക്കെ ചിരിയോടെ കേട്ടു. മക്കള് പൊയ്ക്കോ, ഞാനൊന്ന് കിടക്കട്ടെ. മുത്തശ്ശി അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. അമ്മു എണ്ണയൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം കൈ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. എടി അമ്മു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആദിത്യ അവളോട് അടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചു. ചോദിക്കടി, എന്താ കാര്യം? അമ്മു കൈ കഴുകുന്നതിനിടയിൽ സംശയത്തോടെ തിരികെ ചോദിച്ചു. എടി അത് പിന്നെ, നിന്റെ അശ്വിൻ ചേട്ടന് ലൈനുണ്ടോ? അവളുടെ ചോദ്യം കേട്ടതും കൈ കഴുകിക്കൊണ്ട് നിന്ന അമ്മു തല ചരിച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കി. ഞാൻ ചുമ്മാ ചോദിച്ചതാടി, അവൾ ഇളിച്ചു കാണിച്ചു. ചേട്ടായിക്ക് അങ്ങനെ അഫെയർ ഒന്നുമില്ല. പക്ഷേ ഈ ഇടയ്ക്ക് ചേട്ടായിയുടെ കൂടെ പഠിച്ച ഒരു ചേച്ചി ചേട്ടായിയെ പ്രപ്പോസ് ചെയ്തു. നല്ലതാണെങ്കിൽ നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മു മറുപടി പറഞ്ഞു. എന്നിട്ട് അവർ സെറ്റായോ? അവൾ സംശയത്തോട് ചോദിച്ചു. ആവോ, പിന്നെ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല. വീട്ടിൽ ഫുള്ള് സീനല്ലായിരുന്നോ? അമ്മു മറുപടി പറഞ്ഞു. ഷോ, ഞാനെങ്കിൽ നിന്റെ നാത്തൂനാകാന്ന് കരുതി ഇരുന്നതാ. ആ, ഇനി വേറെ നോക്കാം. അവൾ പറയുന്നത് കേട്ടതും അമ്മു ചിരിച്ചു. അവർ സെറ്റായിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാടി, അമ്മു അവളെ നോക്കി പറഞ്ഞു. അതെങ്ങനെയാ പറയുന്നേ? അവൾ താടിയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഇനി ചേട്ടായി വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കാം. അമ്മു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നീ മുത്താടി, ചോദിച്ചിട്ട് പറയണേ. ആദിത്യ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. രാത്രിയിൽ അമ്മുകുട്ട ബാഗിൽ നിന്നും ഡ്രസ്സൊക്കെ അടുക്കി അലമാരയിൽ വെക്കുകയായിരുന്ന അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് തോളിൽ അവൻ്റെ താടി ഊന്നി നിന്നുകൊണ്ട് അവൻ സ്നേഹത്തോടെ അവളെ വിളിച്ചു. അവിയേട്ടാ, തുണി മടക്കി വെക്കുന്നത് കണ്ടില്ലേ? അടങ്ങിയിരുന്നേ, അവൾ കൊഞ്ചലോടെ അവനോട് പറഞ്ഞു. മതി തുണിയൊക്കെ അടുക്കി വെച്ചത്, നമുക്ക് ഉറങ്ങാം അമ്മു. അവൻ തിരികെ കൊഞ്ചി. അവൾ ഉടനെ അവനെ നേരെ തിരിഞ്ഞു. പിന്നെ ഇളയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനെ നോക്കി കപടദേഷ്യത്തോടെ. ഹോ, നുള്ളിപ്പിച്ച് എടുക്കാൻ തോന്നുവായി മുഖം. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അബിയേട്ടാ, അവൾ വീണ്ടും കൊഞ്ചി. അമ്മു, നീ എൻ്റെ അച്ഛനെയും അമ്മയും സിദ്ധിമോളെയൊന്നും കണ്ടിട്ടില്ലല്ലോ. വാ, എല്ലാവരെയും കാണിച്ചു തരാം. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവരുടെയൊക്കെ റൂമും മറ്റും ഞാൻ കാണിച്ചു തരാം, നീ വാ. അവൻ പറയുന്നത് കേട്ടതും അവൾ ചിരിച്ചു. അവൻ അവളുടെ കയ്യും പിടിച്ച് റൂമിന് പുറത്തേക്ക് നടന്നു. ആദ്യം അവർ പോയത് താഴെ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുറിയിലേക്കായിരുന്നു. കയ്യിലുണ്ടായിരുന്ന താക്കോല് വെച്ച് അവൻ ആ മുറി തുറന്നു. ഞാൻ അന്നേ ചോദിക്കണമെന്ന് കരുതിയതാ, ഇതെന്തിനാ അബിയേട്ട ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നേ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവരുടെ മരണശേഷം ഞാൻ തന്നെയായി മുറി പൂട്ടിയത്. സിദ്ധിമോളുടെ മുറിയും ഞാൻ പൂട്ടിയിട്ടിരിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, ആ മുറിയൊന്നും ആരും ഉപയോഗിക്കേണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാ. അവൻ അവളെ നോക്കി ചെറു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. പക്ഷെ സിദ്ധിയുടെ മുറി രാവിലെ തുറന്നു കിടക്കുകയായിരുന്നല്ലോ? അവൾ സംശയത്തോട് ചോദിച്ചു. അത് രാവിലെ ഞാൻ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ തുറന്നു കൊടുത്തതാ. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ വാതിൽ തുറന്ന് ആ മുറിക്കകത്തേക്ക് കയറി. അവിടെ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആ ഫോട്ടോസിലേക്കൊന്ന് നോക്കി. അഭിയേട്ടന് അച്ഛൻ്റെ അതേ ചായയാണ്. അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. അതെല്ലാവരും പറയും, പക്ഷേ അവൾക്ക് കിട്ടിയിരിക്കുന്ന അമ്മയുടെ മുഖഛായ അമ്മയെപ്പോലൊരു സുന്ദരിയായിരുന്നു എൻ്റെ മോള്. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അമ്മു അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അവൻ അവളെ നോക്കി വാടിയൊരു പുഞ്ചിരി നൽകി. അവൻ അവരുടെ അലമാരിയുടെ അടുത്തേക്ക് നടന്നു. പിന്നെ അത് തുറന്നവളെ കാണിച്ചു. അമ്മു, ഇതൊക്കെ എൻ്റെ അമ്മയുടെ സാരിയാ. ഇതൊക്കെ അച്ഛൻ്റെ ഡ്രസ്സും. എല്ലാം നല്ലതുപോലെ ഇരിക്കുക. ഞാൻ ഇതൊക്കെ ഇവിടുത്തെ ഒരു അനാഥാലയത്തിന് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. എന്താ നിന്റെ അഭിപ്രായം? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അതിനെന്താ അഭിയേട്ടാ, അത് നല്ല കാര്യമല്ലേ? ആരും ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിനാ ഇവിടെ വെച്ചിരുന്ന് നശിപ്പിച്ച് കളയുന്നത്? നമുക്ക് നാളെ തന്നെ ഇവിടുത്തെ അനാഥാലയത്തിൽ ഇതൊക്കെ കൊണ്ടു കൊടുക്കാം. അവർക്കിതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞതും അവനും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി. സിദ്ധിമോളുടെ ഡ്രസ്സുണ്ട്, അതിൽ കുറച്ച് ആദിത്യം എടുത്തോളാന്ന് പറഞ്ഞു. ബാക്കി നമുക്ക് അവിടെ കൊടുക്കാം. അവൻ പറഞ്ഞതും വീണ്ടും അവൾ തലയാട്ടി. അവൻ അമ്മയുടെയും അച്ഛൻ്റെ അലമാരിയിൽ നിന്നും മറ്റൊരു ഷെൽഫ് തുറന്നു. അമ്മു സംശയത്തോടെ അവനെ നോക്കി. അവൻ അതിൽ നിന്നും ഒരു വലിയ ബോക്സ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അത് വാങ്ങിക്കൊണ്ട് അവൾ അത് എന്തിനാണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി.
ഇത് അമ്മയുടെ സാരി സ്വർണവും മറ്റുവാ. എൻ്റെ ഭാര്യയായിട്ട് ഇവിടേക്ക് കയറി വരുന്ന പെൺകുട്ടിക്ക് ഇതൊക്കെ കൊടുക്കണമെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ സൂക്ഷിച്ചു വെച്ചതാ. ഇത് ഇടണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നീ സൂക്ഷിച്ചു വെച്ചോ. അവൻ പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി. പിന്നെ ആ ബോക്സ് ഒന്ന് തുറന്നു നോക്കി. ഒരു കരിമ്പച്ച കളർ പട്ടുസാരിയും ഒരു ചോക്കറും കമ്മലും വളയും ഒക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്. ഈ സാരി നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാനിതുപോലെയുള്ള സാരി ഉപയോഗിക്കാറില്ലെന്ന് ഏട്ടനറിയില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചതും അവനും പുഞ്ചിരിച്ചു. നീ ഇതൊന്നും യൂസ് ചെയ്യാറില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കില്ല എന്ന് നിന്നോട് പറഞ്ഞത്. അവനും തിരികെ പറഞ്ഞു. പിന്നെ അവർ ഇരുവരും കൂടി ആ മുറിയിൽ നിന്നും ഇറങ്ങി സിദ്ധിയുടെ മുറിയിലേക്ക് നടന്നു. അവൻ കീ ഉപയോഗിച്ച് ആ റൂം തുറന്നു. അവർ അതിനകത്തേക്ക് കയറി. അവിടെ അഭിയും അവളും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയും അവളുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അഭിയേട്ടൻ പറഞ്ഞത് ശരിയാ, സിദ്ധി നല്ല സുന്ദരിയായിരുന്നു. അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ മുഖം പോലെ തന്നെ അവളുടെ മനസ്സും. രണ്ടിനും സൗന്ദര്യം കൂടുതലായിരുന്നു. പക്ഷെ ദൈവം നല്ലവരെ പെട്ടെന്ന് വിളിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സിദ്ധിമോളുടെയും കാര്യത്തിൽ സംഭവിച്ചത്. അവൻ വിഷമത്തോടെ അവളെ നോക്കി. അവിയേട്ടാ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ. അവർക്കൊക്കെ അത്രേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ എന്ന് ചിന്തിച്ചാൽ മതി. അവൾ അവനെ സമാധാനപ്പെടുത്താൻ എന്ന രീതിയിൽ പറഞ്ഞതും അവൻ തലയാട്ടിയിരുന്നു. അവിയേട്ടൻ വന്നേ, ഞാൻ ഈ സാരിയൊക്കെ കൊടുത്ത് കാണിച്ചു തരാം. വിഷമത്തോടിരിക്കുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞതും അവൻ കണ്ണുകൾ വിടർത്തി അവളെ നോക്കി. എന്തെങ്കിലും അത്ഭുതപ്പെട്ട് നോക്കുന്നേ? അമ്മയുടെ ആഗ്രഹം അല്ലായിരുന്നു അത്? അപ്പോൾ അതുപോലെ തന്നെ നടക്കട്ടെ. ഞാൻ ഇന്ന് ഈ വീട്ടിലേക്ക് വന്ന ഫസ്റ്റ് ദിവസം അല്ലായിരുന്നോ അഭിയേട്ടാ ഇന്ന്? അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതെന്നെ ഏൽപ്പിക്കില്ലായിരുന്നോ? എന്നെക്കൊണ്ട് ഇതൊക്കെ ഉടുപ്പിക്കില്ലേ അമ്മ? അപ്പൊ അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലോ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. വിഷമിച്ച് നിൽക്കുന്ന അവന്റെ കയ്യും പിടിച്ച് അവൾ അവരുടെ മുറിയിലേക്ക് നടന്നു. ഇവിടെ ഇരിക്ക്, ഞാൻ സാരി ഉടുക്കട്ടെ. അവൾ അവനെ കട്ടിലേക്ക് ഇരുത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചിരുന്നു. അവൾ അലമാരി തുറന്ന് ഒരു സ്കേർട്ടും ഒരു ചില്ലി റെഡ് കളർ ബ്ലൗസും എടുത്തു. പിന്നെ അതുമായിട്ട് ബാത്റൂമിലേക്ക് കയറി. സിദ്ധു അവളെ നോക്കി കട്ടിലേക്കിരുന്നു. നിമിഷങ്ങൾക്കകം അവൾ ആ സ്കേർട്ടും ബ്ലൗസും ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നു. പിന്നെ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. പിന്നെ അർദ്ധനഗ്നമായ അവളുടെ ശരീരത്തിലേക്ക് നോക്കി. അവൻ്റെ നോട്ടം തൻ്റെ ശരീരത്തിലേക്കാണെന്ന് മനസ്സിലായതും അവൾ കപടദേഷ്യത്തോടെ അവനെയൊന്ന് നോക്കി. അവൻ അതിന് നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു. അവൾ സാരി കൈകളിലെടുത്തു. പിന്നെ അത് ഭംഗിയായിട്ട് ഉടുക്കാൻ തുടങ്ങി. അവൻ എഴുന്നേറ്റ് ചെന്ന് അതിൻ്റെ പ്ലേറ്റൊക്കെ അവൾക്ക് ശരിയാക്കി കൊടുത്തു. അവൾ ഭംഗിയായിട്ട് തന്നെ ആ സാരി ഉടുത്തു. എങ്ങനെയുണ്ട്? അവൾ പുരുകം പൊക്കി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. നല്ല ഭംഗിയുണ്ടമ്മോ, അവൻ മറുപടി പറഞ്ഞതും അവൾ ചിരിച്ചു. അവൾ അതിലുണ്ടായിരുന്ന ചോക്കറും വളയും കമ്മലും ഒക്കെ തൻ്റെ ശരീരത്തിലേക്ക് അണിഞ്ഞു. പിന്നെ തലമുടി അഴിച്ചിട്ടിട്ട് കുറച്ചു മാത്രം എടുത്തൊരു ക്ലിപ്പ് ഇട്ടു. കണ്ണുകൾ ഐലൈനർ കൊണ്ട് നീട്ടി എഴുതി. ചെറുതായി ഒരു ലൈറ്റ് ലിപ്സ്റ്റിക്ക് ചുണ്ടിലിട്ടു. പിന്നെ കുഞ്ഞൊരു കല്ലിൻ്റെ പൊട്ടും ഇട്ടു കൊടുത്തു. അവൻ കെട്ടിയ മാല എടുത്ത് സാരിക്ക് മുകളിലേക്കിട്ടു. അഭിയേട്ടാ. ഒരുങ്ങിയതിനു ശേഷം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ വിളിച്ചതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. സുന്ദരിയായിട്ടുണ്ടായിരുന്നു അവൾ ആ സാരിയിൽ. ശരിക്കും ഒരു ഹിന്ദു പെൺകുട്ടിയെ പോലെയായിരുന്നു. അവൻ അവളുടെ നെറുകയിലൊന്ന് അമർത്തി ചുംബിച്ചു. ഏട്ടാ, ഫോൺ എടുക്ക്, നമുക്ക് സെൽഫി എടുക്കാം. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ഫോൺ എടുത്തു. പിന്നെ അവർ രണ്ടുപേരും ഉള്ളതും അവൾ ഒറ്റയ്ക്കുള്ളതുമായിട്ടുള്ള സെൽഫി അവർ എടുത്തു. അഭിയേട്ടാ, അമ്മ ഇപ്പം ഹാപ്പി ആയി കാണും അല്ലേ? ഇവിടെ എവിടെയെങ്കിലും കാണും അമ്മയും അച്ഛനും സിദ്ധിമോളും. അവൾ ചിരിയോടെ പറഞ്ഞതും അവനും തലയാട്ടി. ഞാനിത് മുത്തശ്ശി ഒന്ന് കാണിച്ചിട്ട് വരാം, മുത്തശ്ശിക്ക് സന്തോഷമാകും. അതും പറഞ്ഞ് അവൾ അവനെയും കൂട്ടി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു. മുത്തശ്ശി ഉറങ്ങിയോ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇല്ല മോളെ, കയറി വാ. അവർ പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി ലൈറ്റ് ഇട്ടു. തൻ്റെ മുൻപിൽ മഹാലക്ഷ്മിയെപ്പോലെ ഒരുങ്ങി നിൽക്കുന്ന അവളെ കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു. അവൾ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവർ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. എൻ്റെ ഭാനു ഉണ്ടായിരുന്നെങ്കിൽ. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, കരയാതെ മുത്തശ്ശി. അവൾ അവരെ സമാധാനിപ്പിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾ പാവമായിരുന്നു. എന്നിട്ടും അവരുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊന്നും ഓർക്കാൻ വയ്യാതെ സിദ്ധു പുറത്തേക്കിറങ്ങി. മുത്തശ്ശി വിഷമിക്കാതെ. മുത്തശ്ശി വിഷമിച്ചാൽ അഭിയേട്ടന് അത് വിഷമാകും. മുത്തശ്ശി കിടന്നോ, ഞാൻ അഭിയേട്ടൻ്റെ അടുത്ത് ചെല്ലട്ടെ. അതും പറഞ്ഞ് അവൾ സിദ്ധുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ മുറിയിലേക്ക് ചെന്നപ്പോൾ സിദ്ധു കട്ടിലിൽ കിടക്കുകയായിരുന്നു. നെറ്റിക്ക് കുറുകെ കൈകൾ വെച്ചിട്ട് കണ്ണടച്ച് കിടക്കുകയാണവൻ. അഭിയേട്ടാ. അവൾ അടുത്തേക്ക് ചെന്ന് അവനെ വിളിച്ചതും അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അഭിയേട്ടാ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. പെട്ടെന്ന് അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണുനീർത്തുള്ളികൾ അവളുടെ കഴുത്തിനെ നനച്ചു. അഭിയേട്ടാ, കരയല്ലേ? അവളും അവൻ്റെ കൂടെ വിതുമ്പി. ഞാൻ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി അമ്മു. എന്നെ എന്നെ എല്ലാവരും ഒറ്റയ്ക്കാക്കി. എല്ലാവരെയും എനിക്ക് നഷ്ടപ്പെട്ടമ്മോ, അവൻ പറഞ്ഞുകൊണ്ട് വിതുമ്പി. അഭിയേട്ടാ, കരയല്ലേ? എനിക്ക് വിഷമം വരുന്നു. പ്ലീസ് അഭിയേട്ടാ, തളർന്നു പോവല്ലേ ഏട്ടാ. ഞാനില്ലേ അഭിയേട്ടാ?
ഏട്ടന് ഞാനില്ലേ? എന്ത് വന്നാലും ഇനി എന്ത് വന്നാലും എൻ്റെ അഭിയേട്ടൻ ഞാനുണ്ടാകും. ഈ അമ്മ ഉണ്ടാകും. ജീവിതാവസാനം വരെയും എൻ്റെ ഏട്ടനും ഞാനുണ്ടാകും. അവൾ അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ടേയിരുന്നു. നീ ഇല്ലെങ്കിൽ നീ എന്നെ വേണ്ടെന്ന് വെച്ചാ ഞാൻ മരിച്ചു പോകും അമ്മു. ഞാൻ മരിച്ചു പോകും. അവൻ അവളെ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. അമ്മു, ഈ സാരിക്ക് എൻ്റെ അമ്മയുടെ മണമുണ്ട്. എൻ്റെ അമ്മ അടുത്തിരിക്കുന്നത് പോലെ. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അമ്മു, ഇന്നിനി ഈ ഡ്രസ്സ് മാറണ്ട. ഇനി സാരി തന്നെ ഉടുത്തു കിടക്കുവോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ അവൾ കട്ടിലേക്ക് കിടന്നതും അവൻ അവളുടെ മാറിലേക്ക് തലവെച്ചുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നു. അവളാണെങ്കിൽ അവൻ്റെ നെറുകയിൽ തലോടി കൊടുത്തതും അവൻ പതിയെ കണ്ണുകളടച്ച് മയക്കത്തിലേക്ക് വീണു. ഉറങ്ങാൻ പോയ അശ്വിൻ സിദ്ധിയുടെ ഡയറി തൻ്റെ കൈകളിലെടുത്തു. പിന്നീട് പല ദിവസങ്ങളിലും അശ്വിൻ ചേട്ടനെ ഞാൻ കോളേജിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോഴൊക്കെയും ആ ചേച്ചിയും അശ്വിൻ ചേട്ടൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ നോക്കുന്നത് കാണുമ്പോൾ ഒന്നുകൂടി ചേട്ടനോട് ചേർന്ന് നിൽക്കും. അത് എന്നെ കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എനിക്കതൊക്കെ കാണുമ്പോൾ വിഷമം വരും. ഇന്ന് സിദ്ധുവേട്ടനാണ് എന്നെ കോളേജിൽ കൊണ്ടാക്കിയത്. എനിക്ക് ശരിക്കും കോളേജിലേക്ക് പോകണമെന്നേ ഇല്ലായിരുന്നു. എൻ്റെ മുഖം കണ്ടിട്ടാകും സിദ്ധുവേട്ടൻ എന്നോട് കാര്യം ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കിതുപോലെ ക്രഷ് ഉണ്ടെന്നും അശ്വിൻ എന്നാണ് പേരെന്നൊക്കെ സിദ്ധുവേട്ടനോട് പറഞ്ഞു. പക്ഷെ പിന്നീട് കോളേജിൽ നടന്ന കാര്യങ്ങളൊന്നും സിദ്ധുവേട്ടനെ അറിയിച്ചില്ല. ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമായിരുന്നു. സിദ്ധുവേട്ട ഓഫീസിൽ പോയപ്പോഴാണ് പുറത്തൊരു കാറ് വന്ന് നിന്നത്. ആരായിരിക്കുമെന്ന് കരുതി ഞാൻ താഴേക്ക് ചെന്ന് നോക്കിയതും റിനോഷേട്ടനായിരുന്നു. സിദ്ധുവേട്ടൻ കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് റിനോഷേട്ടനായിരുന്നു. എന്നോട് നല്ല കമ്പനിയായിരുന്നു ഏട്ടൻ. മനസ്സിൽ പലകൂട്ട ചിന്തകളായിരുന്നത് കൊണ്ടാകണം റിനോഷേട്ടനെ നോക്കി എനിക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പറ്റിയില്ല. അത് മനസ്സിലായിട്ടായിരിക്കണം കുറച്ചു നേരം അമ്മയോടൊക്കെ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നോട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്തല്ലേ. സിദ്ധുവേട്ടനോട് പറയാത്ത കാര്യം ഞാൻ എങ്ങനെ റിനോഷേട്ടനോട് പറയുമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പെട്ടെന്നാണ് റിനോഷേട്ടൻ എന്നോട് സിദ്ധുവേട്ടൻ അറിയില്ല, എന്താണേലും തുറന്നു പറഞ്ഞോളാൻ പറഞ്ഞത്. ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷമാണ് ഞാൻ കാര്യങ്ങളൊക്കെ റിനോഷേട്ടനോട് പറഞ്ഞത്. എല്ലാം കേട്ടു ഏട്ടൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഇപ്പോൾ പഠിക്കാനും പഠിപ്പ് കഴിഞ്ഞിട്ട് സിദ്ധുവേട്ടനോട് പറഞ്ഞാൽ മതിയെന്നും മാരേജിൻ്റെ കാര്യം അപ്പം നോക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി. എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഏട്ടന് എന്നെ ചേർത്ത് പിടിച്ചു. എന്നോട് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാനായി പറഞ്ഞു. പിന്നീടുള്ള താളുകളെല്ലാം ബ്ലാങ്ക് ആയിരുന്നു. അവൻ ആ ഡയറി പുറകിലേക്ക് മറിച്ചു നോക്കി. ഒരുപാട് താളുകൾക്ക് ശേഷം വീണ്ടും അവളുടെ എഴുത്ത് കണ്ടതും അവൻ ആ പേപ്പർ കയ്യിലെടുത്തു. ഇന്നൊരു നശിച്ച ദിവസമായിരുന്നു. എൻ്റെ ലൈഫിൽ ഏറ്റവും നശിച്ച വൃത്തികെട്ട ദിവസം. സിദ്ധുവേട്ടനും അമ്മയും അച്ഛനും മുത്തശ്ശിയും കൂടി രാവിലെ പത്മനാഭ ക്ഷേത്രത്തിൽ പോയിരുന്നു. പിറ്റേന്ന് എക്സാം ആയതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിച്ചോളാൻ പറഞ്ഞിട്ട് സിദ്ധുവേട്ടൻ എന്നെ വീട്ടിലാക്കിയിട്ട് പോയ നശിച്ച ദിവസമായിരുന്നു ഇന്ന്.